തൃശൂർ പൂരം വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ 5 മാസമായിട്ടും ADGP റിപ്പോർട്ട് നൽകാത്തത് അന്വേഷണം അട്ടിമറിക്കാനാണെന്നാണ് സംശയമുയരുന്നത്. പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് VS സുനിൽകുമാർ ഇന്ന് ആഞ്ഞടിച്ചു. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുമെന്നും സുനിൽകുമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു വിവരങ്ങളുമായി. ജെയ്സൺ, LDF-ൽ തന്നെ വലിയ ഭിന്നതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. CPIM-ഉം CPI-യും തമ്മിൽ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഈ പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് സുനിൽകുമാർ ആരോപിക്കുന്നു. പക്ഷേ ഇതിൽ ഒരു തരത്തിലും നടപടി ഉണ്ടായിട്ടില്ല. അജിത് കുമാർ എന്തുകൊണ്ട് റിപ്പോർട്ട് നൽകിയില്ല എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. തൃശൂർ പൂര വിവാദം വീണ്ടും കലങ്ങുകയാണ്. ഏപ്രിൽ മാസത്തിലാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നത്. തുടർന്ന് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. 2 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പക്ഷേ 5 മാസം കഴിഞ്ഞിട്ടും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അന്വേഷണം പോലും നടക്കുന്നില്ലെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ പൊട്ടിത്തെറിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 4 മാസം കഴിഞ്ഞതിന് ശേഷം വിവരാവകാശം ഉന്നയിക്കുമ്പോൾ പറയാണ് അങ്ങനെ അന്വേഷണം നടന്നിട്ടുള്ളതായിട്ട് അറിയില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നാൽ മതിയാവും. ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടാതിരിക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നിട്ടുള്ള ഒന്നാണ് ഈ പൂരം കലക്കലും ആ നാടകങ്ങളും. ADGPക്കെതിരെ യാതൊരു നടപടിയും മുഖ്യമന്ത്രി എടുക്കില്ലെന്നും അതേസമയം എന്തെങ്കിലും ഒരു നടപടിയെടുത്താൽ അത് മുഖ്യമന്ത്രിയുടെ ഭാവിയെ തന്നെ എന്നാണ് ഇപ്പോൾ K മുരളീധരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ തൃശൂർ പൂര അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്ക് പോകില്ല എന്ന് K മുരളീധരൻ പറയുന്നു. പൂരം കലക്കി BJPക്ക് വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ്. ADGPയെ ലോ ആൻഡ് ഓർഡറിന് മാറ്റി നിർത്തി എന്തെങ്കിലും അന്വേഷണത്തിന് മുഖ്യമന്ത്രി ശ്രമിച്ചാൽ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കസാല തെറിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ കൂടെ അല്ലാതെ സത്യം പുറത്തു വരില്ല. ഒരു കള്ളനെ കുറിച്ച് അന്വേഷിക്കാൻ മികച്ചൊരു കള്ളനെ ഏൽപ്പിക്കുന്നതിന് തുല്യമായി പോയി തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണമെന്നാണ് BJP സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. കള്ളനെ പിടിക്കാൻ കള്ളനെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ഒരു കള്ളന് നേരെ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ മികച്ച കള്ളനെ എങ്ങനെയാണ് ഇത് ഏൽപ്പിക്കുന്നത്? അടുത്ത പൂരം വരെയൊന്നും പോകരുത്. ജോലി ഏൽപ്പിച്ചാൽ 1, 2, 3 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ സത്യം മൂടി വയ്ക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് സംബന്ധിച്ച ഒരു സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് ഇനി പുറത്തു വരാൻ പോകുന്നില്ല. അത്തരമൊരു സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ടെങ്കിൽ അത് ഒരു ഭാഗത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പോലീസ് തന്നെയായിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് പാതി വഴിയിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത്. ദേവസ്വങ്ങളുടെയും പൂരവുമായി ബന്ധപ്പെട്ട പലരുടെയും മൊഴികളെടുത്തെങ്കിലും ആ മൊഴികളിൽ ഈ അന്വേഷണം ഒതുങ്ങി, അന്വേഷണം അവസാനിപ്പിച്ചു. ഇനി ഒരു അന്വേഷണ റിപ്പോർട്ട് വരുമോ എന്ന് കാത്തിരുന്നു കാണാം. ജെയ്സൺ ചാമോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.